ഏതായാലും ഇനിയിപ്പോൾ സ്ത്രീ വോട്ടർമാർ കുറച്ചുകൂടി എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ എത്തുന്ന വോട്ടർമാരുണ്ടാകാം. അത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കിപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1,00,000 മുകളിൽ സ്ത്രീ വോട്ടർമാരുള്ളൊരു മണ്ഡലമാണ് അല്ലെ. പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ മണ്ഡലമാണ്. അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ വന്നാൽ മാത്രമേ പോളിംഗ് പെർസെന്റേജ് ഉയരുകയുള്ളൂ. നേരത്തെയും അവർ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇലക്ഷനിൽ നന്നായി അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം സ്ത്രീ വോട്ടർമാർ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വലിയ കുഴപ്പമില്ലാത്ത നിര കാണാം അല്ലെ. എല്ലായിടത്തും നീണ്ട ക്യൂ തന്നെയുണ്ട്. ഉച്ച സമയത്തെ ഒരു മന്ദത അങ്ങനെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. നമുക്കൊന്ന് സൈഫി ന്യൂസിലേക്ക് പോയാകാം. സൈഫി ന്യൂസ് അലിയാർ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ബൂത്ത് 114, 115, 116 ബൂത്തുകളുടെ വിവരങ്ങളുമായിട്ടാണ്. സൈഫി ന്യൂസ്, ഊണൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സ്മൃതി, ഊണൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഈ ഭാഗത്തൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് സാധാരണ കാണുന്ന പോളിംഗ് ബൂത്തിൽ അത്ര ഒരു ആളുകളില്ലാത്തൊരു പ്രതീതിയൊന്നും ഇവിടെ ഇല്ല. കൂടുതൽ ആളുകൾ എത്തി തുടങ്ങിയിരിക്കുന്നു. ഊണ് കഴിഞ്ഞെത്തിയ വോട്ടർമാർ എത്രത്തോളം ഉണ്ട്? കാരണം ഈ ഉച്ച സമയത്ത് അല്പം മന്ദതയായിരിക്കും എന്നാണല്ലോ പൊതുവെ ഒരു സ്ഥിതി. പക്ഷെ അങ്ങനെയാണോ അവിടെ കാണാനാകുന്നത്? ഊണ് കഴിഞ്ഞെത്തിയ വോട്ടർമാരാണ് ഇപ്പോൾ കൂടുതൽ വോട്ട് ചെയ്യാനായി നിൽക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ഊണ് കഴിക്കുന്നതിന് മുൻപ് വന്നവരാ അല്ലേ? ഊണ് കഴിച്ചിട്ട് ഇവരൊക്കെ ഊണ് കഴിച്ചിട്ട് വന്നവരാണ്. പക്ഷേ സ്ത്രീ വോട്ടർമാർ കുറച്ച് പേര് ഊണ് കഴിക്കുന്നതിന് മുമ്പ് അല്ലേ രാവിലെ പോലെ നിൽക്കുക. എത്ര മണി മുതൽ വന്നതാണ്? ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുന്നേ വന്നത്. ഇപ്പോൾ നിലവിൽ 2 മണി വരെയുള്ള 116 ബൂത്ത്, ഈ 114, 115, 116 ബൂത്തുകളിൽ 116 നമ്പർ ബൂത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. നിലവിൽ 2 മണി വരെയുള്ള ഇതുവരെയുള്ള കണക്ക് പ്രകാരം 430 പേരാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1298 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. 430 പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള 115 നമ്പർ ബൂത്തിൽ ഇപ്പോൾ വളരെ ആളുകൾ കുറവാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏത് പഞ്ചായത്തിൽപ്പെടുന്ന ബൂത്താണ് ഇത്? പിരായിരി ഗ്രാമപഞ്ചായത്തിലെ ബൂത്താണ് ഈ ബൂത്ത്. പിരായിരിയിലെ 3 ബൂത്തുകളാണ്. ഇവിടെ UDF അനുകൂലമായ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഈ 115 നമ്പർ ബൂത്തിൽ 500-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി. അതായത് 493 ആയിരുന്നു 1 മണിയുടെ കണക്ക്. 2 മണിയുടെ കണക്ക് നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. പക്ഷെ 2 മണിയുടെ കണക്ക് ലഭിക്കുമ്പോൾ അത് 500 മേലേക്ക് പോകും. ഇപ്പോൾ തന്നെ 45% പോളിംഗ് ഈ 115 നമ്പർ ബൂത്തിലുണ്ട്. 116 നമ്പർ ബൂത്തിൽ 40% എടുക്കുന്നു. പോളിംഗ് ശതമാനം 114 കാര്യവും അതുപോലെ തന്നെയാണ്. അതായത് 40% മുകളിലേക്ക് പോളിംഗ് നില പോകുന്നു ഉച്ചയ്ക്ക് മുൻപ് തന്നെ എന്നുള്ളതാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം, അതായത് ഈ രാവിലേക്ക് വന്നിരുന്ന ജോലിക്ക് പോകാനുള്ളവരും ഒപ്പം തന്നെ സ്വന്തം കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരുമൊക്കെ ആയിരുന്നു പകലിവിടെ പോളിംഗിനായി കാത്തു നിന്നിരുന്നത്. വീട്ടമ്മമാരൊക്കെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഉച്ച കഴിഞ്ഞുള്ള ഒരു പ്രതീതി എന്ന് പറയുമ്പോൾ ജോലിക്ക് പോയിരുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്ന അതല്ലെങ്കിൽ മറ്റു തൊഴിലാളികളെല്ലാം തന്നെ ഉച്ച കഴിഞ്ഞ് പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് സുപ്രധാനമാണ് UDFനെ സംബന്ധിച്ച്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പലിന്റെ വിജയത്തിന് വഴിവെച്ചത് പിരായിരി പഞ്ചായത്ത് മാത്രമാണ്. അവിടെ 6000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പലിന് ലഭിച്ചത്. അപ്പോൾ പിരായിരി പഞ്ചായത്തിൽ വോട്ടെന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അത് മാക്സിമം പോൾ ചെയ്യപ്പെടേണ്ടത് ഉണ്ട്. എങ്കിൽ മാത്രമേ UDFന് ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഭാരതത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും നന്നായി പോളിംഗ് നടന്നൊരു സ്ഥലം തന്നെയാണ് പിരായിരി പഞ്ചായത്ത്. ഇപ്പോൾ സൈഫ് നീസ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ശരാശരി 40%-ലേറെ പോളിംഗ് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് മീൻസ് വേണമെങ്കിൽ ഒരു 75%, 76% ഒക്കെ പോളിംഗ് നടക്കാവുന്ന ഒരു പഞ്ചായത്തല്ലേ പിരായിരി, സൈഫുനിസ? തീർച്ചയായും നിലവിലെ ഒരു കണക്ക് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. കാരണം ഈ 114, 115, 116 ബൂത്തുകൾ 1200-നും 1300-നും ഇടയ്ക്ക് വോട്ടർമാരുള്ള ബൂത്തുകളാണ് ഞാൻ നിൽക്കുന്ന ബൂത്തുകളെല്ലാം. ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ 500-നടുത്ത് പോളിംഗ് ശതമാനം എത്തിയിരിക്കുകയാണ്, പോളിംഗ് നില എത്തിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 40-നും 45-നും ഇടയ്ക്ക് പോളിംഗ് ശതമാനം എത്തുകയാണ്. ഈ രീതിയിൽ, അതായത് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1:30-ക്ക് ഇതായിരുന്നില്ല ദൃശ്യം. 1:30-ക്ക് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ 2 മണിയോടെ എത്തിയപ്പോൾ വീണ്ടും ക്യൂ നീണ്ടുവരുന്നതാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ പാലക്കാടിന്റെ ഒരു രീതി അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ഉയരുന്നു. അതാണ് പാലക്കാടിന്റെ ഒരു സ്വഭാവം, അതാണെന്ന് തോന്നുന്നു. ഇന്ന് പഞ്ചായത്ത് തിരിച്ചുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ആ കാർഡിലേക്ക് പോകാം. ഇപ്പോൾ പുതിയ കണക്കുകൾ വന്നിരിക്കുന്നു. പുതിയ കണക്കുകളിൽ നേരത്തെ പോളിംഗ് ശതമാനം കുറഞ്ഞിടത്തൊക്കെ കൂടിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ 44.30% അപ്പോൾ പിരായിരിയിലേക്ക് എത്തുമ്പോൾ പിരായിരിയിൽ നേരത്തെ അല്പം കുറവായിരുന്നു. പക്ഷേ 45.1
1-4 അവിടെ ഉയർന്നിരിക്കുന്നു. അതായത് നഗരസഭയേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനത്തിലേക്ക് പിരായിരി എത്തിയിരിക്കുന്നു എന്നതാണ്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കാണല്ലോ അല്ലേ? അതെ അതെ. മാത്തൂർ പഞ്ചായത്തിലെ കണക്ക് നോക്കുമ്പോൾ 43.55%, കണ്ണാടി പഞ്ചായത്തും 43.71%. അപ്പോൾ മാത്തൂരിലും കണ്ണാടിയിലാണ് നേരത്തെ നല്ല ഉയർന്ന പോളിംഗ് രേഖ കണ്ടിരുന്നത്. അപ്പോൾ പിരായിരി വീണ്ടും കയറിയിരിക്കുന്നതാണ്. പിരായിരിയും നഗരസഭയുമാണ് നല്ല പോളിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ഉയർന്നു എന്നുള്ളതാണ്. അല്ല, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ശരാശരി ഒരു 42% ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ 42%ലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ചെറിയ കാര്യം. ഈ പറയുന്ന 2 മണി ആകുമ്പോഴേക്കും 42%. ശരാശരി 44%. അപ്പൊ 44% ശരാശരി എങ്കിൽ നിശ്ചയമായും 75%-ലേക്കൊക്കെ പോളിംഗ് എത്താം. ഇനിയിപ്പോ വെച്ചാൽ ഒരു 30% കൂടിയൊക്കെ പോൾ ചെയ്യപ്പെട്ടാൽ മതി. അടുത്ത 4 മണിക്കൂർ 30% എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് അല്ല. അങ്ങനെയാണെങ്കിൽ 75% ഒക്കെ വരാം. കഴിഞ്ഞ പ്രാവശ്യം 2021 75% അവിടെ പോൾ ചെയ്തത്. 75.77% ആണ്. പക്ഷേ ഈ പോരും വാശിയും ഒക്കെ കാണുമ്പോൾ 2016 മറികടക്കുമോ എന്നുള്ളതാണ് അതിന്റെ കൗതുകം. 2016 വലിയ പോളിംഗ് ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് 77 ആണ്. 77% ആണ് 2016 ഉണ്ടായത്. 2021 വരുമ്പോൾ 2% കുറഞ്ഞത് 75 ആയി. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 73 അപ്പൊ 2% ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പാലക്കാട് ചൂടേറിയ മത്സരം, അവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെ ചൂടേറിയ മത്സരമായിരുന്നതുകൊണ്ട് വാശിക്ക് എല്ലാ മുന്നണികളും എന്താ പറയുക, 1ാം സ്ഥാനത്ത് എത്താൻ മത്സരിച്ച ഒരു ത്രികോണ മത്സരം. സ്വാഭാവികമായിട്ടും CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരുടെ എല്ലാ വോട്ടർമാരെയും ബൂത്തിലെത്തിക്കാൻ അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട.